അന്നും പതിവ് പോലെ കുടിച്ചിട്ട് വന്ന് കുട്ടൻ ബിന്ദുവിനെ പൊതിരെ തല്ലി. അമ്മയെ അച്ഛൻ തല്ലുന്നത് കണ്ട് 2 വയസ്സുകാരി അമ്മാളു വാവിട്ട് കരഞ്ഞു. തല്ലല്ലേ കുട്ടേട്ട എന്ന് പറഞ്ഞ് നീലിപ്പെണ്ണ് നിലവിളിച്ച് കരഞ്ഞതൊന്നും അവൻ്റെ കാതിൽ പതിഞ്ഞില്ല. എന്നും കുട്ടൻ്റെ കയ്യിലെ തല്ല് കൊള്ളാനേ ആ പാവത്തിന് നേരമുണ്ടായിരുന്നുള്ളൂ. വീടിനടുത്ത് കൊത്തൻ്റെ കയ്യാളായി വന്നിരുന്ന കുട്ടനെ കണ്ട് ഇഷ്ടപ്പെട്ട് അവൻ്റെ കൂടെ സ്വന്തം നാട് വിട്ട് കുട്ടൻ്റെ നാട്ടിലേക്ക് വന്നവളാണ് നീലി. കരിവീട്ടി പോലെ കറുത്തിരിക്കുന്ന കുട്ടന് വെളുത്തു സുന്ദരിയായ നീലിയെ ഭാര്യയായി കിട്ടിയത് അവൻ്റെ സുഹൃത്തുക്കൾക്ക് അസൂയ തോന്നാൻ കാരണമായി. എല്ലുമുറിയെ പണിയെടുക്കുന്ന കുട്ടൻ ദിനവും വൈകുന്നേരം ഇത്തിരി കള്ളുമോന്തി വരുന്നത് പതിവാണ്. കുട്ടന് നീലിയോടും നീലിക്ക് അവനോടും അടങ്ങാത്ത പ്രേമമായിരുന്നു. കുഞ്ഞ് ഉണ്ടാകുന്നതിനു മുൻപ് വരെ കള്ളുമോന്തി വന്നാലും കുട്ടൻ സ്നേഹത്തോടെ മാത്രമേ അവളോട് പെരുമാറിയിട്ടുള്ളൂ. എന്തായാലും കെട്ടുകഴിഞ്ഞ് കൊല്ലമൊന്നു കഴിഞ്ഞപ്പോൾ നീലിപ്പെണ്ണ് വെളുത്തു തുടുത്തൊരു മാലാഖ കുഞ്ഞിനെ പ്രസവിച്ചു. ഒന്ന് പെറ്റുകഴിഞ്ഞപ്പോൾ നീലിയുടെ സൗന്ദര്യം ഒന്നുകൂടി വർദ്ധിച്ചു. കുട്ടൻ്റെ കൂട്ടുകാരും നാട്ടിലെ വഷളന്മാരും നീലിയെ കണ്ണുകൾ കൊണ്ട് അടിമുടി ഒഴിഞ്ഞ് അവളുമായി രമിക്കുന്നത് സ്വപ്നം കണ്ടു നടന്നു. കുട്ടനും പെണ്ണും പ്രേമിച്ച് കൊഞ്ചിക്കുഴഞ്ഞ് സ്നേഹത്തോടെ ജീവിക്കുന്നത് പലരിലും അസൂയ കൂട്ടി. അങ്ങനെ അസൂയമൂത്ത കുട്ടൻ്റെ കൂട്ടുകാർ അന്തിക്ക് കള്ളു മോന്തുമ്പോൾ അവൻ്റെ മനസ്സിൽ മെല്ലെ മെല്ലെ വിഷം കുത്തിവെക്കാൻ തുടങ്ങി. കള്ളിനൊപ്പം അവനറിയാതെ കഞ്ചാവും കൂട്ടുകാർ അവന് വലിക്കാനായി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചായി കുട്ടൻ ലഹരിക്ക് അടിമപ്പെട്ട് തുടങ്ങിയിരുന്നു. കറുത്തിരിക്കുന്ന കുട്ടനൊരിക്കലും വെളുത്ത കുഞ്ഞുണ്ടാവില്ലെന്നും കുട്ടികൾക്ക് അമ്മയുടെ നിറമല്ല അച്ഛൻ്റെ ആയിരിക്കുമെന്നും നീലിപ്പെണ്ണ് പ്രസവിച്ചത് അവൻ്റെ കുട്ടിയല്ല എന്നൊക്കെ കൂട്ടുകാർ നിരന്തരം കുട്ടനോട് പറയാൻ തുടങ്ങി. ആദ്യമൊക്കെ അതൊന്നും ചെവി കൊണ്ടില്ലെങ്കിലും പോകെ കുട്ടൻ്റെ മനസ്സിലും ആ ചിന്ത വേരുറച്ചു. അതിന് പ്രധാന കാരണം കുട്ടൻ്റെ അമ്മ വെളുത്തിട്ടും അച്ഛൻ കറുത്തിട്ടുമായിരുന്നു. കുട്ടന് അച്ഛൻ്റെ നിറം കിട്ടി, കുട്ടൻ്റെ കുട്ടിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവനെ കൂട്ടുകാർ കളിയാക്കി. അതുപോലെ ദൂരസ്ഥലത്ത് പണിക്ക് പോകുമ്പോൾ നീലിയുടെ രഹസ്യക്കാരൻ അവൾക്കൊപ്പം കിടക്കാൻ വരുമെന്നും അവന്മാർ പറഞ്ഞുണ്ടാക്കി. വെളുത്ത് തൊടുത്തിരിക്കുന്ന അവൾക്ക് കറുത്തിരുണ്ട കുട്ടനെ മടുത്തു കാണുമെന്നും അതുകൊണ്ടാവും രഹസ്യബന്ധം കണ്ടുപിടിച്ചതെന്നും പറഞ്ഞപ്പോൾ കള്ളിൻ്റെ ലഹരിയിൽ കുട്ടനും അത് ഏറ്റുപിടിക്കാൻ തുടങ്ങി. അങ്ങനെ കുട്ടിയുടെ പിതൃത്വത്തെ ചൊല്ലിയും നീലിയുടെ രഹസ്യക്കാരനെ ചൊല്ലിയും നിരന്തരം ആ ഓലമേഞ്ഞം കൊച്ചു വീടിനുള്ളിൽ അടിയും വഴക്കും മാത്രമായി. നീലിക്ക് പിന്നെന്നും കണ്ണീർ മാത്രമായി. അതീവ സ്നേഹത്തോടെ ഇണചേർന്നിരുന്ന അവരുടെ ഇടയിൽ ക്രൂരമായ ബലാത്സംഗം അരങ്ങേറി. കുട്ടൻ്റെ ജീവിതം തകർച്ചയിലേക്ക് പോകുന്നത് കണ്ട് അസൂയാലുക്കൾ സന്തോഷിച്ചു തുടങ്ങി. ഒളിഞ്ഞും തെളിഞ്ഞും അവരൊക്കെ നീലിയോട് തങ്ങളുടെ ആഗ്രഹം പ്രകടിപ്പിക്കാൻ തുടങ്ങി. ചിലർ ആളൊഴിഞ്ഞ ഇടവഴിയിൽ വെച്ച് അവളെ കയറിപ്പിടിക്കാനും ധൈര്യപ്പെട്ടു. നീലിയുടെ ശരീരത്തിൽ തൊട്ടവരൊക്കെ അവളുടെ കൈച്ചൂട് കരണത്തറിഞ്ഞ് നാണം കെട്ട് അവളുടെ മുന്നിൽ നിന്ന് ഓടിപ്പോയി. പക്ഷേ നീലിയുടെ കുട്ടനുമൊത്തുള്ള ജീവിതം ഇരുട്ടിലായി തുടങ്ങിയിരുന്നു. കുട്ടൻ അവളെ തൃപ്തിപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് നീലി വേറെ ആണുങ്ങളെ ചൂട് തേടി ചെന്നതെന്ന മറ്റുള്ളവരുടെ വാക്ക് വിശ്വസിച്ച് കള്ളുമോന്തി വീട്ടിലെത്തുന്ന കുട്ടൻ 2 വയസ്സുള്ള കുഞ്ഞിൻ്റെ മുൻപിലിട്ട് നീലിയെ കടന്നു പിടിച്ച് ബലാത്കാരമായി പ്രാപിക്കും. നീലി എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും കുട്ടൻ നന്നായില്ല. മനസ്സിൽ കയറിക്കൂടിയ സംശയം അത്രമേൽ ആഴത്തിൽ അവൻ്റെ മനസ്സിൽ പതിഞ്ഞു പോയിരുന്നു. കുട്ടനിൽ നിന്ന് ഇത്രയും പീഡനം ഏറ്റിട്ടും സ്വന്തം വീട്ടിലേക്ക് തിരികെ ചെല്ലാൻ മടിച്ച് എല്ലാം ശരിയാകുമെന്ന വിശ്വാസത്തിൽ നീലിപ്പെണ്ണ് അവൻ്റെ അതിക്രമങ്ങളൊക്കെ സഹിച്ച് അവിടെ പിടിച്ചു നിന്നു. പതിവ് പോലെ അന്നും കള്ളുമോന്തി വീട്ടിലെത്തിയ കുട്ടൻ കുഞ്ഞിനെ മുലിയൊട്ടിക്കൊണ്ടിരുന്ന നീലിയെ കടന്നു പിടിച്ചു. അവളുടെ മുടിയിൽ പിടിച്ച് നീലിയെ പൊക്കിയെടുത്ത കുട്ടൻ അവളുടെ ഇരു കരണത്തും മാറി മാറി തല്ലി. കരഞ്ഞുകൊണ്ട് അവർക്കിടയിലേക്ക് ചെന്ന അമ്മാളുവിനെ അവൻ ഒരു നികൃഷ്ട ജീവിയെപ്പോലെ നോക്കിക്കൊണ്ട് പിന്നിലേക്ക് തള്ളി. ശേഷം നീലിയെ തറയിലേക്ക് അമർത്തി അവളുടെ വസ്ത്രങ്ങളൊക്കെ വലിച്ചു കയറി. കുട്ടേട്ടാ, എന്നോട് ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നോടിങ്ങനെ? ഞാൻ തരുന്ന സുഖം പോരാഞ്ഞിട്ടല്ലടി നീ കണ്ടവന്മാരെ വിളിച്ചു കയറ്റുന്നത്. കുട്ടൻ മുരണ്ടു. അനാവശ്യം പറയരുത് കുട്ടേട്ടാ. നിങ്ങളല്ലാതെ ഒരാളും എന്നെ തൊട്ടിട്ടില്ല. നിന്നെ ആരും തൊട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഈ നായിൻ്റെ മോള് ഏതവന് ഉണ്ടായതാടി? മോളെ, എന്നെ വെറും പോഴനാക്കാമെന്ന് വിചാരിച്ചോ നീ? എനിക്കെല്ലാം അറിയാടി. ഈ വിഷവിത്ത് നിന്റെ രഹസ്യക്കാരൻ്റെ തന്നെയാ. കുട്ടേട്ടനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ട തെണ്ടികൾ പറയുന്നതും കേട്ട് കുടിച്ചു വന്ന് എന്നെ ഉപദ്രവിച്ച് നമ്മുടെ നല്ല ജീവിതം വെറുതെ നശിപ്പിക്കുകയാണ് കുട്ടേട്ടൻ. കുട്ടേട്ടൻ കുടിക്കാതെ ഇരുന്നാൽ തന്നെ പകുതി പ്രശ്നം കുറയും. എൻ്റെ മനസ്സിൽ കുട്ടേട്ടനല്ലാതെ വേറെ ആരുമില്ല. നിന്റെ ചാരിത്യപ്രസംഗം എനിക്ക് കേൾക്കണ്ട. അടങ്ങിക്കിടക്കടി. കുതിറി എണീക്കാൻ ശ്രമിച്ചവളെ അവൻ തറയിലേക്ക് അമർത്തി. ഇന്ന് വേണ്ട കുട്ടേട്ടാ, എനിക്കൊട്ടും വയ്യ. എനിക്ക് ആർത്തവമാണ്. നിങ്ങളുടെ ദേഹത്തും കിടക്കയിലുമൊക്കെ ചോരയാകും. നീലിപ്പെണ്ണ് കരഞ്ഞുപോയി. ഓ നാശം പിടിക്കാൻ. കുട്ടൻ അരിശത്തോടെ അവളുടെ ദേഹത്ത് നിന്ന് എഴുന്നേറ്റ് മാറി. നീലി വേഗം എഴുന്നേറ്റ് അടുത്ത മുറിയിലേക്ക് പോയി. അവൻ വലിച്ചു കീറിയ മുണ്ടും റൗക്കയും മാറ്റി വേറെ ധരിച്ചു. വസ്ത്രം മാറി വന്ന നീലി ഒരു നിമിഷം മുന്നിലെ കാഴ്ച കണ്ട് നടുങ്ങിപ്പോയി.
2 വയസ്സുള്ള തങ്ങളുടെ മോളെ നഗ്നയാക്കി മടിയിൽ പിടിച്ചിരുത്തി ഇത്തിരിയില്ലാത്ത ആ കുഞ്ഞിൻ്റെ ശരീരത്തിലൂടെ തൻ്റെ ലൈംഗികാവയവം ഉരസി നോക്കി സുഖം കണ്ടെത്താൻ ശ്രമിക്കുന്ന കുട്ടനെ കണ്ട് ഒരു നിമിഷം നീലി കള്ളിയങ്കാട്ട് നീലിയായി മാറി. ഒന്നും അറിയാത്ത പാവം അമ്മാള് അച്ഛൻ്റെ വൃത്തികേടുകൾ എന്തെന്ന് മനസ്സിലാവാതെ അയാളുടെ പിടുത്തത്തിൽ അസ്വസ്ഥത പൂണ്ട് ചിണുങ്ങാനും എണീക്കാനുമൊക്കെ ശ്രമിച്ചു. ലഹരി തലയ്ക്ക് പിടിച്ച കുട്ടൻ ആ സമയം തീർത്തും ഒരു ഭ്രാന്തനെ പോലെയായി തീർന്നിരുന്നു. തൻ്റെ പൊന്നുമോളെ കാമക്കണ്ണോടെ കണ്ട കുട്ടനെ കയ്യിൽ കിട്ടിയ വടികൊണ്ട് അവൾ പിന്നിൽ നിന്ന് അടിച്ചിട്ടു. അയ്യോ! ഒരലർച്ചയോടെ തലക്ക് കൈത്താങ്ങി അവൻ പിന്നിലേക്ക് മലച്ചു വീണു. അടിയേറ്റ് വീണ കുട്ടനെ കലി അടങ്ങും വരെ അവൾ തല്ലി. അടുക്കളയിൽ നിന്നും ഒരു കമ്പിപ്പാര എടുത്തുകൊണ്ട് വന്ന് അവൻ്റെ 2 കാലും കൈയും കൂടി തല്ലി ഒടിച്ചപ്പോഴാണ് നീലിയുടെ കലി അടങ്ങിയത്. ചോരയൊഴുകി ബോധം നശിക്കുന്ന കുട്ടനെ അവിടെ ഉപേക്ഷിച്ച് കുഞ്ഞിനെ മാറോടടുക്കി കയ്യിൽ കിട്ടിയ സാധനങ്ങളും കെട്ടിപ്പെറുക്കി ആ രാത്രി തന്നെ നീലി അവൻ അന്വേഷിച്ചു വരാത്ത ദൂരത്തേക്ക് പുതിയ ജീവിതം തേടി യാത്രയായി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.